സമാധാനം അയ്യോ എനിക്ക് സമാധാനമില്ല. പലരും പല സന്ദർഭങ്ങളിലും പറയാറുള്ളതാണല്ലേ. ഈ സമാധാനം ആരെങ്കിലും കൊണ്ടുതരുന്നതാണോ? പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് സമാധാനം നമുക്ക് ചുറ്റുമുള്ളവർ നമുക്ക് തരുന്നതാണെന്നല്ലേ. പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വയം സമാധാനം കണ്ടെത്തണം. അനുഭവങ്ങൾ കൂടി വരുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സ് കൂടുതലായിട്ട് കല്ലായി തീരുന്നതിന് പകരം നമ്മൾ സമാധാനത്തെ കണ്ടെത്തി സന്തോഷത്തെ കണ്ടെത്തി ജീവിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ സമാധാനം, ആത്മീയരെ സംബന്ധിച്ച് സമാധാനം എന്ന് പറയുന്നത് അവർ കൂടുതലും ആത്മീയതയിലേക്ക് ഇറങ്ങിപ്പോവും. അവരുടെ സമാധാനം അവരങ്ങനെ കണ്ടെത്തും. ഇനി ആത്മീയരാണെങ്കിൽ പോലും പലപ്പോഴും ചില സമയത്തൊക്കെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോകുന്ന ചിലരെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ ഒരു ചിന്താവിഷയം മലയാള മനോരമ പത്രത്തിൽ വന്ന് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചു. കടൽപ്പുറത്ത് പതിവായിട്ട് ഓടാൻ പോകുന്ന ഒരാളുണ്ടായിരുന്നു. ബീച്ചിലെ പതിവ് സന്ദർശകരൊക്കെ സ്ഥലം വിട്ട് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരന്റെ ഓട്ടം. അതായത് രാത്രി ഏറെ വൈകിയാണ് അദ്ദേഹത്തിന്റെ ഓട്ടം എന്ന് സാരം. പാതിരാ കടപ്പുറത്ത് ഒറ്റയ്ക്ക് ഓടാനാണ് ഈ പുള്ളിക്കാരന് ഇഷ്ടം. ഒരു ദിവസം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ കടലോരത്തെ മണൽക്കെട്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതായിട്ട് കണ്ടു. അതും അർദ്ധരാത്രി സമയമാണെന്ന് ചിന്തിക്കണം. ഒരു സ്ത്രീ ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണുമ്പോൾ ഒരു പന്തികേട് ഫീൽ ചെയ്യും എല്ലാവർക്കും അല്ലേ. അദ്ദേഹവും അങ്ങനെ ചിന്തിച്ചു. ഒരു പന്തികേട് ഫീൽ ചെയ്തു. പക്ഷെ അദ്ദേഹം അത് മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അവരായി അവരുടെ പാടായെന്ന് വിചാരിച്ചു. അദ്ദേഹം തന്റെ ഓട്ടം തുടർന്നു. അപ്പോഴാണ് ആ സ്ത്രീ കൈ ഉയർത്തി ഹായ് ഹലോ എന്ന് പറയുന്നത്. അവര് പറഞ്ഞത് ആദ്യം അദ്ദേഹം കേട്ടെങ്കിലും കേട്ടില്ല എന്ന് നടിച്ചു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സൊരു വീണ്ടു വിചാരം എന്ന പോലെ അദ്ദേഹം ആ ഓട്ടം നിർത്തി. സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. അവർ ധരിച്ചിരുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ടീഷർട്ടാണ്. രണ്ട് കൈയിലും പച്ച കുത്തിയിട്ടുണ്ട്. അവരുടെ മുടി എന്ന് പറയുന്നത് സ്വർണ്ണ നിറത്തിലാണ്. അവരവിടെ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ തനിച്ചിരുന്ന് ഗിത്താറിന്റെ ശ്രുതി വീട്ടുകയാണ്. അവരദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഓടുന്നത് ഞാൻ കാണാറുണ്ട്. അദ്ദേഹം ചോദിച്ചു അതിനെന്താ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഒന്നുമില്ല, ഈ പാതിരാ നേരത്ത് ഇങ്ങനെ ഓടുന്ന വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഈ നേരത്ത് ഈ കടപ്പുറം എന്ന് പറയുന്നത് തീർത്തും നിശബ്ദമാണ്. നിശബ്ദമായ സ്ഥലങ്ങളാണ് എനിക്കിഷ്ടം. ഈ നേരത്ത് ഇങ്ങനെ ഓടുമ്പോൾ എന്റെ മനസ്സെന്ന് പറയുന്നത് പൂർണ്ണമായി ശാന്തമാവുകയാണ്. ഒരു ധ്യാനത്തിൽ എന്ന പോലെ. സ്വർണ്ണമുടിയുള്ള ആ സ്ത്രീയുടെ വിരലുകള് വീണ്ടും ഗിറ്റാറിന്റെ തന്ത്രികളെ തൊട്ടുണർത്തി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ അർദ്ധരാത്രി സമയത്ത് ആളില്ലാത്ത കടൽപ്പുറത്ത് വന്ന് ഇങ്ങനെ ഗിത്താർ വായിക്കുന്നത്, വീണം മീട്ടുന്നത്? ഇത് കേക്കായിപ്പോയി. ആരാണ് ഇവിടെ ഉള്ളത്? മറുപടി പറയാൻ പക്ഷെ ആ സ്ത്രീക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആ സ്ത്രീ പറഞ്ഞു, ഇവിടെ ആരും കേൾക്കാനില്ല. ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. അതായത് നിങ്ങളുടെ പാതിരാ ഓട്ടം പോലെ. ഇത് എനിക്കൊരു ധ്യാനമാണെന്ന് അവൾ പറഞ്ഞില്ല. പക്ഷെ അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഒരുതരം ഏകാന്ത ധ്യാനത്തിന്റെ ഈണം തന്നെ ആയിരുന്നു. ഓരോരുത്തർക്കും ആനന്ദം നൽകുന്നത് ഓരോ കാര്യമായിരിക്കാം പ്രിയമുള്ളവരെ. അതിന് സത്യത്തിൽ വിശേഷാൽ ന്യായീകരണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ആവശ്യമില്ല വിശേഷാൽ ന്യായീകരണങ്ങളൊന്നും. നമ്മൾ തനിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നെങ്കിൽ മറ്റൊരു കാര്യം അവിടെ പ്രസക്തമല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു നിശബ്ദ സംഗീതം കടന്നു വരാറുണ്ട്. നാം മാത്രമേ അത് കേൾക്കാറുള്ളൂ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ സമാധാനം നമുക്ക് സ്വയം കണ്ടെത്താൻ കഴിയും. അപ്പൊ ഈ കഥ നിങ്ങൾക്ക് നൽകുന്ന പാഠം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ.